മുംബൈയിൽ 17 കുട്ടികളെയും 2 മുതിർന്നവരെയും ബന്ദികളാക്കി നഗരത്തെ മുൾമുനയിൽ നിർത്തിയ അക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നു. സേനകളുടെ സംയുക്ത നീക്കത്തിലൂടെ കുട്ടികളെ സുരക്ഷിതരായി മോചിപ്പിച്ചു. സിനിമ ഓഡീഷന്റെ പേരിൽ കുട്ടികളെ ബന്ദികളാക്കിയതിന്റെ യഥാർത്ഥ കാരണം വ്യക്തമല്ല. പട്ടാപ്പകൽ 17 കുട്ടികളെ തോക്കിൻമുനയിൽ നിർത്തി നടത്തിയ ബന്ദി നാടകത്തിന്റെ ഞെട്ടലിലാണ് മുംബൈ നഗരം. ഈ രോഹിത് ആര്യ എന്നയാളാണ് ഈ കുട്ടികളെ പുതുതായി ചിത്രീകരിക്കുന്ന സിനിമയുടെ ഓഡീഷൻ എന്ന പേരിൽ ഈ RA സ്റ്റുഡിയോയിലേക്ക് വിളിപ്പിച്ചത്. അതിനുശേഷം ബന്ദിയാക്കുകയായിരുന്നു. പിന്നാലെ ഇയാൾ സോഷ്യൽ മീഡിയയിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ പറയുന്നത് താനൊരു ഭീകരനോ അല്ലെങ്കിൽ പണം ആവശ്യപ്പെട്ട് നടത്തുന്ന നാടകമോ ഇതല്ല, തനിക്ക് ചില കാര്യങ്ങൾ ചിലരോട് പറയേണ്ടതുണ്ട്, ആ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ഈ സ്റ്റുഡിയോയ്ക്ക് തീ വയ്ക്കുമെന്നും ആത്മഹത്യ ചെയ്തുമെന്നും ഇയാൾ ഭീഷണി മുഴക്കി. बहुत सिंपल डिमांड्स है, बहुत मॉरल डिमांड्स है, बहुत एथिकल डिमांड्स है और मेरे कुछ सवाल है. मुझे कुछ लोगों से बात करनी है, उनको सवाल पूछने हैं, उनके जवाब पर अगर मुझे काउंटर क्वेश्चन है तो मुझे काउंटर क्वेश्चन पूछना है, लेकिन मुझे ये जवाब चाहिए. मुझे दूसरा कुछ नहीं चाहिए. ना मैं टेररिस्ट हूँ, ना मेरी बहुत बड़ी पैसों की डिमांड है. कुछ भी पैसों की डिमांड तो है ही नहीं. इमोरल तो बिल्कुल भी नहीं है. ഈ കുട്ടികളെ ബന്ദികളാക്കിയ വിവരം അറിഞ്ഞ് ആൾക്കൂട്ടം ഈ സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ തടിച്ചുകൂടി. 1:45 മുംബൈ പോലീസിന് ഈ വിവരം ലഭിക്കുന്നത്. ഉടൻ തന്നെ ക്വിക്ക് റിയാക്ഷൻ ടീമും കമാൻഡോ ഫോഴ്സും ഇങ്ങോട്ടേക്ക് പാഞ്ഞ് ഈ ബാത്റൂമിൻ്റെ ഗ്രില്ല് തകർത്താണ് കമാൻഡോ സംഘം അകത്തേക്ക് കയറിയത്. അവിടെ വെച്ച് ഇയാളെ അനുനയിപ്പിക്കാനുള്ള ഒരു പ്രാഥമിക ശ്രമം നടത്തിയെങ്കിലും ഇയാൾ വഴങ്ങിയില്ല. പോലീസിന് നേർക്ക് വെടിയുതിർക്കുകയായിരുന്നു. പോലീസ് തിരിച്ച് ഇയാളെ വെടിവെടിച്ച് കീഴ്പ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ 17 പേരെയും ഒപ്പം തന്നെ ഈ കൂടെ ഉണ്ടായിരുന്ന 2 പേരെയും പോലീസ് സുരക്ഷിതമായി തന്നെ അവിടുന്ന് മോചിപ്പിച്ചു. കുട്ടികളെ രക്ഷിതാക്കളെ ഏൽപ്പിച്ചു. ഇയാൾ മുമ്പ് ഈ മുൻ സർക്കാർ, മഹാരാഷ്ട്രയിലെ മുൻ സർക്കാരുമായി ബന്ധപ്പെട്ട ചില പണമിടപാടുകൾ ഉണ്ടായിരുന്നതായി പോലീസ് വ്യക്തമാക്കി. വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ഒരു സ്കൂളിൽ ഒരു പ്രോജക്റ്റ് ഇയാൾ ഏറ്റെടുത്ത് നടത്തിയിരുന്നു. അതിൽ കുറച്ച് പണം ഇയാൾക്ക് കിട്ടാനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ കിട്ടാത്തതിൻ്റെ പേരിൽ ഇയാൾ മുൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിന് മുന്നിലൊക്കെ ഒറ്റയ്ക്ക് പ്രതിഷേധിച്ചിരുന്നു. കൂടാതെ ഇയാൾ ഇപ്പോൾ ഈ RA സ്റ്റുഡിയോയിലെ ജീവനക്കാരനാണ്. മാത്രമല്ല ഇയാൾക്ക് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലുമുണ്ട്. ഇയാൾ ഒരു സിനിമാ നിർമ്മാതാവ്, ഒരു ഷോർട്ട് ഫിലിം ഡയറക്ടർ എന്നിങ്ങനെയൊക്കെയാണ് സ്വയം അവകാശപ്പെടുന്നത്. എന്തായാലും യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ഇയാളുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഇയാളുടെ ഒരു പശ്ചാത്തലവും പോലീസ് അന്വേഷിച്ച് വരികയാണ്. ഇയാൾക്ക് മാനസിക പ്രശ്നം ഉള്ളതായിട്ടും പോലീസിന് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.